ലോകത്തെ മാറ്റിമറിച്ച മനുഷ്യന്റെ മഹത്തായ കണ്ടെത്തലുകളുടെ ലോകത്തിലേക്ക് സ്വാഗതം. വരൂ, നമുക്കിന്നൊരു കഥ കേൾക്കാം. 1800-കളിൽ ലോകം വളരുകയായിരുന്നു. വലിയ നഗരങ്ങൾ, ഫാക്ടറികൾ, റെയിൽവേകൾ. പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. രാത്രിയായാൽ ലോകം ഇരുട്ടിലാഴും. ആ കാലത്ത് വീടുകളിൽ ഉപയോഗിച്ചത് എണ്ണവിളക്കും മെഴുകുതിരിയും മാത്രം. പുക, ചൂട്, തീപിടുത്തത്തിന്റെ ഭയം. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ ഒരു സ്വപ്നം കണ്ടു. വൈദ്യുതി ഉപയോഗിച്ച് ലോകത്തെ പ്രകാശിപ്പിക്കാം. അങ്ങനെ 1879-ൽ തോമസ് ആൽവ എഡിസൺ ലോകത്തിന് പ്രായോഗികമായ ഇലക്ട്രിക് ബൾബ് അവതരിപ്പിച്ചു. ആയിരക്കണക്കിന് പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ആ ചെറിയ ബൾബ് തെളിഞ്ഞത്. ലോകം അത്ഭുതപ്പെട്ടു. ഇനി രാത്രിയിലും വെളിച്ചം പകരാം. പക്ഷിയുടൻ മറ്റൊരു പ്രശ്നം വന്നു. ഈ വൈദ്യുതി ദൂരെയുള്ള നഗരങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കും? എഡിസൺ ഉപയോഗിച്ചത് DC കറന്റ് ആയിരുന്നു. ഡയറക്ട് കറന്റ്. വൈദ്യുതി ഒരു ദിശയിലേക്ക് മാത്രം ഒഴുകും. അത് ചെറിയ ദൂരങ്ങളിലേക്ക് നല്ലതാണ്. പക്ഷേ ദൂരം കൂടിയ സ്ഥലങ്ങളിലേക്ക് അത് എത്തിക്കുമ്പോൾ കറന്റിന്റെ ശക്തി കുറയും. അപ്പോൾ ലോകവേദിയിലേക്ക് മറ്റൊരു പ്രതിഭ ഉയർന്നു വന്നു. നിക്കോള ടെസ്ല. 1880-കളിൽ അദ്ദേഹം അവതരിപ്പിച്ചത് AC കറന്റ്, അതായത് ഓൾട്ടർനേറ്റിംഗ് കറന്റ്. ഇത് മുന്നോട്ടും പിന്നോട്ടും ദിശ മാറി ഒഴുകുന്ന വൈദ്യുതിയാണ്. അതുകൊണ്ട് വൈദ്യുതി വളരെ ദൂരങ്ങളിലേക്ക് എളുപ്പത്തിൽ അയക്കാൻ സാധിച്ചു. പിന്നീട് എഡിസന്റെ DCയും ടെസ്ലയുടെ ACയും തമ്മിൽ വലിയ മത്സരം തുടങ്ങി. അത് ചരിത്രത്തിൽ അറിയപ്പെട്ടത് ദ കറന്റ് വാർ എന്നാണ്. 1893-ൽ ചിക്കാഗോയിലെ വലിയ ലോക പ്രദർശനത്തിൽ ടെസ്ലയുടെ AC സിസ്റ്റം ഉപയോഗിച്ച് ആയിരക്കണക്കിന് ബൾബുകൾ തെളിഞ്ഞു. ആ രാത്രി ലോകം മനസ്സിലാക്കി, ഭാവി ACയുടേതാണ്. ഇന്ന് വീടുകളിലും നഗരങ്ങളിലും തെളിയുന്ന വെളിച്ചത്തിന് പിന്നിൽ ഒരു മനുഷ്യന്റെ ബൾബും മറ്റൊരു മനുഷ്യന്റെ വൈദ്യുതി സംവിധാനവുമുണ്ട്. എഡിസൺ വെളിച്ചം സൃഷ്ടിച്ചു. ടെസ്ല ആ വെളിച്ചം ലോകമൊട്ടാകെ എത്തിച്ചു. നന്ദി.